തുടരുന്നു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെ മോഷണം വാടക വീട് ഒഴിയാതിരിക്കാനുള്ള മോൻസന്റെ തന്ത്രമെന്ന സംശയത്തിൽ പോലീസ്. മാർച്ചിൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷവും മോൻസൺ മോഷണ പരാതി നൽകിയിരുന്നു. പോലീസ് കേസെടുത്തെങ്കിലും പരാതി വ്യാജമാണെന്നായിരുന്നു കണ്ടെത്തൽ. 20 കോടി രൂപയുടെ വസ്തുക്കൾ വീട്ടിൽ നിന്നും മോഷണം പോയെന്നാണ് നിലവിലെ പരാതി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, മോൻസൺ മാവുങ്കൽ വലിയൊരു തട്ടിപ്പുകാരനാണ്. ഈ മോഷണവും ഈ മോഷണ പരാതിയും ഒരു തട്ടിപ്പാണെന്ന് പോലീസ് സംശയിക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ മാർച്ചിലാണ് വീട് ഒഴിയണമെന്ന് പറഞ്ഞിട്ട് വാടക ഉടമ നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെയാണ്. പക്ഷേ മാർച്ചിൽ മോൻസൺ വീട് ഒഴിയുന്ന സാഹചര്യമുണ്ടായി. മോൻസൺ ഇപ്പോൾ നിലവിൽ പരോളിൽ തന്നെയാണുള്ളത്. ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ വർഷവും ഇതുപോലെ ആവശ്യപ്പെട്ടപ്പോഴാണ് മോൻസൺ മോഷണ പരാതിയുമായി പോലീസിൻ്റെ അടുത്ത് എത്തുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇപ്പോഴും ഈ വാടക വീട് ഒഴിയണമെന്ന് ഉടമ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മോൻസൺ ഇതുപോലെ ഇത്തരത്തിലൊരു മോഷണ പരാതിയുമായി രംഗത്തെത്തുന്നത്. 20 കോടിയിലധികം രൂപയുടെ പുരാവസ്തുക്കൾ മോഷ്ടിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കൽ പോലീസിന് നൽകിയ പരാതി. എങ്ങനെയാണ് വീടിൻ്റെ ഒരു ഭിത്തി അടക്കം, അതായത് പോലീസുമായി മോൻസൺ അവിടെ, അതായത് കോടതിയുടെ അനുമതിയോടുകൂടി മോൻസന് വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം എന്നുള്ള സാഹചര്യത്തിൽ പോലീസുമായി മോൻസൺ അവിടെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊക്കെ കാണുന്നത്. അങ്ങനെയാണ് വീണ്ടും പരാതി നൽകുന്ന ഒരു സാഹചര്യം. 20 കോടിയോളം രൂപ വരുന്ന പുരാവസ്തുക്കൾ മോഷണം പോയി എന്നാണ് മോൻസൺ നൽകിയിരുന്ന പരാതി. അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യം തന്നെയായിരുന്നു മോൻസൺ, ഇതേ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു മോൻസൺ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പോലീസിന് അത്തരത്തിലൊരു സംശയം തോന്നിയിരുന്നു. ഇത് വീണ്ടും ഇത്തരത്തിൽ വാടക വീട് ഒഴിയാൻ വേണ്ടി വീട്ടുടമ ആവശ്യപ്പെട്ടൊരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ മോൻസൺ നൽകിയിരിക്കുന്ന പരാതി വ്യാജമാണ് എന്നുള്ള അനുമാനത്തിലാണ് പോലീസ്. എന്തായാലും ഈ മോൻസൺ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ അടുത്ത് ഇത്തരം പരാതി നൽകിയിരുന്നത് 20 കോടി രൂപയുടെ പുരാവസ്തുക്കൾ പലതരത്തിലുള്ള അതിന് മോൻസൺ മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ വിലപിടിപ്പുള്ള പുരാവസ്തുക്കളാണ് നഷ്ടപ്പെട്ടത്. പല സാധനങ്ങളും കാണുവാനില്ല. വീടിൻ്റെ ഭിത്തി അടക്കം പൊളിച്ചു മാറ്റിയ ശേഷമാണ് ഇതൊക്കെ കടത്തിയിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് മോൻസൺ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ആ പരാതി പരിശോധിക്കുമ്പോഴാണ് പോലീസ് കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇത്തരത്തിലൊരു പരാതി മോൻസൺ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മോൻസൺ നൽകിയത് വ്യാജ പരാതിയാണ്. 20 കോടിയുടെ കണക്കാണ് ആജ്ഞ മനസ്സിലാകാത്തത്. കാരണം മോൻസൺ മാവുങ്കൽ പുരാവസ്തുക്കൾ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവച്ചതെല്ലാം വ്യാജമാണ്, വ്യാജ പുരാവസ്തുക്കളാണെന്ന് തെളിഞ്ഞിരുന്നു. പിന്നെ എന്തൊക്കെ വസ്തുക്കൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു? 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് മോൻസന്റെ പരാതിയിലുള്ളത്? തീർച്ചയായിട്ടും ടോം, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ മോൻസൺ നൽകിയിരിക്കുന്ന വസ്തുക്കളെല്ലാം, അതായത് പുരാവസ്തുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം വ്യാജമായ വസ്തുക്കളായിരുന്നു എന്ന് ഉള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്നതുമാണ്. അതേ തുടർന്നുണ്ടായ അതായത് രാഷ്ട്രീയ ഇടപെടലുകളും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ തലത്തിലുള്ള ഇടപെടലുകളും ഒക്കെ നമ്മൾ അത് കണ്ടതുമാണ്. അതിനുശേഷം ഇപ്പോഴും വീണ്ടും മോൻസൺ ഉന്നയിക്കുന്നതും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത്രയധികം വിലപിടിപ്പുള്ള വസ്തുക്കളാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ടായിരിക്കണം. കാരണം 20 കോടിയുടെ, ടോം സൂചിപ്പിച്ചതുപോലെ 20 കോടിയുടെ ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ 20 കോടിയുടെ മൂല്യം എന്താണ് എന്ന് ഉറപ്പാക്കേണ്ടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, വില മതിക്കാനാകാത്ത തരത്തിലുള്ള ഈ ആർക്കിയോളജിക്കൽ എലമെൻറ്റ്സ് പുള്ളിയുടെ കയ്യിലുണ്ടോ, മോൻസന്റെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ പരാതി പൂർണ്ണമായും വ്യാജമാണ് എന്ന് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷവും വാടക വീട് ഒഴിയാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് മോൻസൺ ഇത്തരത്തിലൊരു മോഷണ പരാതിയുമായി രംഗത്തെത്തുന്നത്. അത് വീണ്ടും ഇതേ സമയത്ത് തന്നെ കഴിഞ്ഞ മാർച്ചിൽ ഒഴിയണമെന്നായിരുന്നു വീട്ടുടമ പിന്നെയും ആവശ്യപ്പെട്ടത്. അതേസമയം തന്നെ അത് ഒഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഈ ഇത്രയും മാർച്ച് കഴിഞ്ഞ് നവംബറോളമായി ഈ ഒരു സാഹചര്യത്തിലാണ് 20 കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ തൻ്റെ കയ്യിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തുന്നത്. അതേസമയം പരോളിൽ ഉണ്ടായിരുന്ന ആളാണ് പോലീസുമായിട്ട്
തൻ്റെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാമെന്ന് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മോൻസനും പോലീസുകാരുമായി അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ മോഷണം നടന്ന ഒരു സാഹചര്യം വീട്ടിൽ കണ്ടതും അത് ഭിത്തി ഉൾപ്പെടെ പൊളിച്ച് മോഷണം നടത്തി എന്നുള്ളതാണ് മോൻസൺ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയാണ് ഈ ടോം പറഞ്ഞതുപോലെ 20 കോടിയിലധികം രൂപയുടെ സാധനങ്ങളാണ് തൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടത് എന്ന് മോൻസൺ പറയുന്നുണ്ട്. അതിൻ്റെ സാധ്യത എത്രത്തോളമാണ് ഈ പറഞ്ഞതുപോലെ ഈ നഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ ആഡംബര വീടാണ് കൊച്ചിയിലെ. ഈ ആഡംബര വീട് ഈ കേസിന് പിന്നാലെ അതിൻ്റെ ഉടമ, ആ വീടിൻ്റെ ഉടമ തന്നെ ഇപ്പോൾ വലിയ നിയമക്കുരുക്കിലായ ഒരു സാഹചര്യം. അതിനിടെ ഈ മോൻസൺ മാവുങ്കലിനെതിരെ പുരാവസ്തു തട്ടിപ്പ് കേസും മറ്റ് പീഡന കേസും ഒക്കെ ഉയർന്നു വന്നതോടെ വീടും ഒഴിയാൻ ഇയാൾ തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വീട്ടുടമയുടെ അടുത്ത നിലപാട് എന്തായിരിക്കും, നടപടി എന്തായിരിക്കും? മറ്റേതെങ്കിലും നിയമ നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും തുടർച്ചയായി 2 മോഷണ പരാതികൾ നൽകുന്നു. അതും ആ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാതിരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണോ എന്ന് പോലീസും സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വീട്ടുടമയുടെ നിലപാട് എന്താണിപ്പോൾ? തീർച്ചയായിട്ടും ടോം, കാരണം ഈ ടോം പറഞ്ഞതുപോലെ ഒരു ആഡംബര വീടാണ്. അത് വീട്ടുടമയ്ക്ക് അതിൻ്റെ അവകാശങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരാളുമായി കരാറുണ്ടാക്കിയാൽ ഈ കരാർ എന്ന് പറയുന്ന നീളുന്ന വാടകയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കടയാണെങ്കിലും ഒക്കെ ലീസാണെങ്കിലും കരാറാണെങ്കിലും അതിൻ്റെയൊക്കെ കരാറുകൾ ഉണ്ടാക്കുന്നത് 11 മാസം എന്നുള്ള കണക്കാണ്. ഈ 11 മാസം കഴിഞ്ഞാൽ അത് പുതുക്കിയില്ലെങ്കിലോ അതല്ലെങ്കിൽ അതിൻ്റെ വാടക കൂട്ടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻസ് ഒക്കെ അത് നടന്നില്ലെങ്കിലോ ഈ കരാറ് പുതുക്കിയില്ലെങ്കിലോ ഒക്കെ അത് ലാപ്സായി പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അയാൾക്ക് അതേസമയം കഴിഞ്ഞ വർഷവും ഇതുപോലെ വീടൊഴിയാൻ പറയുന്നു. ഈ പറഞ്ഞതുപോലെ ഇത്തരം കേസുകൾ, അതായത് പുരാവസ്തു തട്ടിപ്പ് കേസുകൾ, അതുപോലെ പീഡന കേസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോൻസന്റെ പേരിലുണ്ടാകുന്നു. അതും ഈ വീട് തന്നെയാണ് ആ സമയത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ മാർച്ചിൽ ഒഴിയണം എന്ന് അയാൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്, വീട്ടുടമ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതും ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഈ 2 മോഷണ പരാതികളും മോൻസൺ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പോലീസ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന വ്യാജമാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. ആ ഒരു സാഹചര്യം വ്യാജമാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അടിയന്തരമായി പോലീസ് തന്നെ മുൻകൈയെടുത്തൊരു പക്ഷേ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ഇതിലേക്ക് മോൻസൺ നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ 20 കോടിയുടെ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ 20 കോടിയുടെ മോഷണം നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലാണ് 20 കോടി രൂപയുടെ പുരാവസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങൾ എന്നാണ് മോൻസൺ പറയുന്നത്. അത്തരം സാധനങ്ങൾ എങ്ങനെയാണ് മോൻസന്റെ കയ്യിൽ ഇനിയും തൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇത്രയും രൂപ വില മതിക്കുന്ന സാധനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ആംബിയൻസ് പുള്ളി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ പുരാവസ്തു തട്ടിപ്പ് പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇതിൻ്റെ കണക്കെടുപ്പ് നടത്തിയതാണ്. ഇത് വ്യാജമാണോ, അല്ലെങ്കിൽ ഇതിൽ ചില വസ്തുക്കളൊക്കെ പലയിടത്തുനിന്നും മോൻസൺ മാവുങ്കൽ വാങ്ങിയിട്ടുണ്ട്. അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളാണെന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചിരുന്നത്. അതിൽ മോശയുടെ അംശവടി, ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം, അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളായിരുന്നു പറഞ്ഞിരുന്നത്. ഇതൊക്കെ വ്യാജമാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതുമാണ്. അങ്ങനെ ഒരു കണക്കെടുപ്പ് പോലീസ് നടത്തിയതല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെയെങ്കിൽ ഈ വിലപിടിപ്പുള്ള വസ്തുക്കളെന്ന് മോൻസൺ മാവുങ്കൽ പറയുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും? പോലീസിന് നൽകിയ പരാതിയിൽ അത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ? പുരാവസ്തുക്കൾ അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് മോൻസൺ മാവുങ്കൽ നൽകിയിരിക്കുന്ന പരാതിയും അതിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ മോൻസണെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഈ പുരാവസ്തു ഇതുമായി ഉണ്ടായ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സമയത്ത് തന്നെ മോൻസന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിൻ്റെ കാലപ്പഴക്കം എത്രയാണ്, അതല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ അത് ഒറിജിനൽ സാധനങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നും പോലീസ് പരിശോധിച്ചതാണ്. പോലീസും വിദഗ്ധരും അതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരും ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ എന്നിട്ടും ഈ 20 കോടിയുടെ മോഷണവും ആരോപിച്ച് രംഗത്തെത്തുമ്പോൾ അതായിരിക്കും ഒരുപക്ഷെ പോലീസിന് ആ പരാതി വ്യാജമെന്ന് തോന്നാണ്ടായ സാഹചര്യം എന്നാണ്. മാത്രമല്ല മുൻപും ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരു വർഷം മുൻപും മോൻസൺ ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പം കോടതിയുടെ അനുമതിയോട് കൂടിയാണ് അല്ലെങ്കിൽ മോൻസന്റെ സാധനങ്ങൾ അവിടെ വീട്ടിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയതും പോലീസുമായി തന്നെയാണ് എത്തിയിട്ടുള്ളതും. ആ ഒരു സാഹചര്യത്തിൽ ഈ
മോൻസന്റെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ കണക്ക് അല്ലെങ്കിൽ ശേഖരത്തിന്റെ കണക്ക് എന്താണ് എന്നുള്ളത് കാര്യത്തിൽ ഈ അറസ്റ്റ് നടപടികൾ നടന്നിരുന്ന സമയത്ത് തന്നെ പോലീസിന്റെ കയ്യിലുള്ളതാണ്. അതും കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കും അവർ പക്ഷേ വീണ്ടും അത്തരത്തിലൊരു തട്ടിപ്പിന് ഉള്ള സാഹചര്യം ഒരുക്കുകയാണോ മോൻസൺ മാവുങ്കൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാടക വീട് ഒഴിയാതിരിക്കാനുള്ള തന്ത്രമാണോ എന്നുള്ള കാര്യത്തിലാണ് പോലീസിനെ ഇനി സംശയം ബാക്കിയായിട്ടുള്ളത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.